അപ്പം ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗാസയിലെ കൂട്ടക്കുരുതി വംശഹത്യയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിസ് ശ്രീധരൻ മുരളീധർ എന്ന് പറയുന്ന ജഡ്ജി, അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള UN അന്താരാഷ്ട്ര കമ്മീഷനാണ് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തത്. കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ട് ഒരു വർഗത്തെ ഒരു വംശനാശം വരുത്താനുള്ള, വംശഹത്യ നടത്താനുള്ള ശ്രമം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമമല്ല, വംശഹത്യ നടത്തി എന്നുള്ളതാണ് കണ്ടെത്തൽ. അപ്പോൾ ഇനി നമ്മൾ ഇറാനിലെ കാര്യം ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ഇറാനിലെ ജനങ്ങളെക്കുറിച്ചൊന്ന് നമ്മൾ ആലോചിക്കണം. മനുഷ്യരല്ലേ അവർ? ഇറാനിലെ ജനങ്ങൾ, അവർ രണ്ട് വിധത്തിലുള്ള അതിക്രമങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണികളും. രണ്ട് വിധത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്നറിയാം. ആദ്യം അവരുടെ രാജ്യത്ത് തന്നെ, അവരുടെ രാജ്യത്തെന്ന് പറയുന്നത് വെറും കൺസർവേറ്റീവായിട്ട്, അതായത് വെറും ഹൈലി ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന ഭരണകൂടം. അവർ അവിടെ മൗലികാവകാശങ്ങളൊന്നും ജനങ്ങൾക്കില്ല. അവർക്ക് വിനിമയത്തിനുള്ള മാർഗങ്ങളില്ല. അവർക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് മൗലികാവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹം. അവരെ അടിച്ചമർത്തലിൻ്റെ വക്കിലായിരുന്നു, അടിച്ചമർത്തലിലായിരുന്നു അവർ. ഇപ്പോഴും അത് തന്നെ. ആ ഭരണകൂടം തുടരുന്നിടത്തോളം അവിടെ ആ അടിച്ചമർത്തൽ തന്നെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ യുദ്ധം കൂടെ വന്നല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പം ഒരു വശത്ത് ആ നാട്ടിലെ തന്നെ ഭരണകൂടം ആ ജനങ്ങളെ ഇട്ടിഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, അതിനിടയിൽ കിടന്നുഴലുന്ന ഇവരെ കൊല്ലാനായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും. ഇവർ രണ്ടുപേരും മത്സരിച്ച് അങ്ങ് പണിയുകയാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം ആ ജനങ്ങളുടെ കഷ്ടപ്പാട്. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് ഞാൻ ഇറാന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ്, ഞാൻ ഇറാന് വേണ്ടി ഒന്നും സംസാരിക്കുമല്ല. ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം, ഇറാനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും ഉണ്ടല്ലോ, മറ്റ് ലോകത്താരും അനുഭവിക്കുന്നില്ല. അത് തിരിച്ചറിയേണ്ട ഒരു കാര്യം. അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല അവിടെ. അവർക്ക് എന്തെങ്കിലും ഒരു പ്രകടനം നടത്തി അവരെ വെടിവെച്ച് കൊല്ലും. അത് അവരുടെ ശീലം അങ്ങനെയാണ്. അവർക്ക് പ്രതികരണശേഷി ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് അവരെ മാറ്റണം. അവിടുത്തെ സ്ത്രീകൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യമില്ല. അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഒരു പബ്ലിക്കിലൊന്നും ഇറങ്ങാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ മുഖം മറച്ചില്ലെങ്കിലോ, ഇത് മുഴുവൻ പർദ്ദ ധരിച്ചില്ലെങ്കിലോ ഒക്കെ വലിയ പ്രശ്നമാണ്. ആ രീതിയിലാണ് അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗം. ആ ജനവിഭാഗത്തിൻ്റെ മേളിലാണ് ഇടിവെട്ടിയവൻ്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും അവരെ ബോംബ് ചെയ്തും ഒക്കെ അങ്ങ് ഒരുപാട് പേരെ കൊലപ്പെടുത്തി. ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ഇവരൊക്കെ രാജാക്കന്മാരല്ലയോ? ഇതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ജനങ്ങളുടെ കഷ്ടപ്പാട് ആര് തിരിച്ചറിയും? ഞാൻ ഇറാൻ ഭരണകൂടത്തിന് അനുകൂലമൊന്നുമല്ല ഞാൻ. പക്ഷേ ഇറാൻ്റെ നട്ടെല്ല് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അമേരിക്കൻ ഭീകരതയോടെ അവരോട് പൊരുതി നിൽക്കാൻ കഴിവുള്ള ഏത് രാജ്യമുണ്ട്? അത് പല മെത്തേഡ് ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത്. പറഞ്ഞാൽ അവരെ അടിക്കുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ അയലത്തുകാരെയൊക്കെ അടിക്കും. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താവളം എവിടെ ഉണ്ടോ, അമേരിക്കയിൽ പോയി ഇവർക്ക് ആക്രമിക്കാനുള്ള മാർഗമില്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ ബഹ്റൈൻ, ആ ബഹ്റിനൊക്കെ തകർത്ത് കളഞ്ഞു ഇസ്രായേൽ, ഇറാൻ. അതുപോലെ തന്നെ ബഹ്റൈൻ, സൗദി അറേബ്യ, UAE, ഒമാൻ, കുവൈറ്റ്, ഈ തുടങ്ങിയ എല്ലാ അറബ് രാജ്യങ്ങളെയും അവിടെ എല്ലാം അവർക്ക് ഏതാണ്ട് കാവൽ മാലാഖയായിട്ട് പോവുകയാണെന്നാണ് ട്രംപ് പറഞ്ഞേക്കുന്നത്. ആ കാവൽ മാലാഖയുടെ താവളങ്ങളുണ്ടല്ലോ അവിടെ ഉള്ളത് എല്ലാം നിരപ്പാക്കിയിട്ടുണ്ട്. കുവൈറ്റിലൊക്കെ ഉണ്ടാക്കിയേക്കുന്ന നാശം എന്ന് പറയുന്നത് ചില്ലറയല്ല. ഇറാനിലെ നാശം ഉണ്ടാക്കുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഈ രാജ്യങ്ങളിലെല്ലാം ആക്രമിക്കുക. അവർ പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്, ഇറാൻ സഹകരിക്കാൻ തയ്യാറാണ്, യവന്മാരെ ഇവിടുന്ന് ഒഴിവാക്കണം. ഈ കാവൽ മാലാഖ എന്ന് പറയുന്ന ആളുകളെ ഉണ്ടല്ലോ, തലയ്ക്ക് സുഖമില്ലാത്ത ആളുകളായി കാവൽ മാലാഖ, ഒന്ന് ആലോചിച്ചാൽ മതി. ഈ വർത്തമാനം അതാണ്. അങ്ങനെ കാവൽ മാലാഖയെ അവിടെ നിന്ന് ഒഴിവാക്കണം.
അതാണ് വേണ്ടത്. അല്ലാതെ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. യുവന്മാരില്ലെങ്കിൽ അവിടെ എന്തോ സംഭവിക്കുമെന്നാണ്. അമേരിക്കൻ താവളങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിലില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഇറാൻ കയറി ഇവരെ ആക്രമിച്ചെന്നിരിക്കട്ടെ, അതിന് മറുപടി ചോദിക്കാൻ UN ഉണ്ടല്ലോ. അതിന് അല്ലെങ്കിൽ അന്നേരം അമേരിക്കയ്ക്ക് ഇടപെടാം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇടപെടാം. അതൊക്കെ ഇറാൻ ആക്രമിക്കാനൊന്നും പോകത്തില്ല. അവരങ്ങോട്ട് ആക്രമണം നടത്തിയേക്കുന്ന ഒരു കാര്യവും നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ കിട്ടത്തില്ല. അവർ ഇറാഖുമായിട്ട് ഏതാണ്ട് 9 വർഷം യുദ്ധം ചെയ്തു, തുടർച്ചയായിട്ട് യുദ്ധം ചെയ്തു. അവസാനം ഇറാഖ് മുട്ടുമടക്കി പോയതാണ്. അതോടുകൂടിയാണ് സദ്ദാം ഹുസൈൻ തകർന്നത്. സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കമുണ്ടായത്, ആ നാട് നശിച്ചതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഈ ഇറാനുമായിട്ടുള്ള യുദ്ധമാണ്. അത് വരുത്തി വെച്ചത് വേറെ ആരുമല്ല, സദ്ദാം ഹുസൈൻ കയറി അങ്ങോട്ടടിച്ചതാണ്. അവർ തിരിച്ചടിക്കും ആരെയായാലും. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ അവർ ഈ ഇസ്രായേലിനെ ആക്രമിക്കാനൊന്നും പോയില്ലല്ലോ ഇറാൻ. അവർ നോക്കി, അവരായിരുന്നു അവരുടെ ദേഹത്ത് കയറി ആക്രമിച്ചു, അവർ തിരിച്ചടിച്ചു. ഇനി എന്തിനായിരുന്നു യുദ്ധം? 90 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു വന്യവയോധികരായ ഒരു മനുഷ്യനെ കൊല്ലാനോ? ആ കൊല്ലണം എന്നുള്ളത് ആർക്ക് വേണ്ടിയാണ്? അതിനെക്കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് ഇൻ്റർനാഷണൽ സമൂഹത്തിൽ. യഥാർത്ഥത്തിൽ ഇത് എപ്സ്റ്റീൻ ഫയൽസിന് വേണ്ടിയല്ലേ? എപ്സ്റ്റീൻ ഫയൽസ് അതിൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി മാത്രമല്ലേ ഈ കാര്യങ്ങൾ? അതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? അതിൽ ഈ 90 വയസ്സുള്ള ഈ മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് റഷീം ചേഞ്ച്, അതായത് അവിടുത്തെ ഭരണകൂടത്തെ മുഴുവൻ ചേഞ്ച് ചെയ്യുമെന്ന്. എന്നിട്ട് എന്തോ ചെയ്തു? അവിടെ ഒരു കുന്തവും നടന്നില്ല. ഈ പ്രായമുള്ള ഈ മനുഷ്യനെ കൊന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കൊന്നു, കുറേ നിരപരാധികളായ ഇറാനിയൻ ആളുകളെ വെടിവെച്ച് കൊന്നു, അതുപോലെ ബോംബിട്ട് കൊന്നു. ഇതല്ലാതെ വേറെ എന്താ നടന്നത്? ഇതുകൊണ്ട് ആർക്കാണ് ഇതുകൊണ്ടുള്ള നേട്ടം ഉണ്ടായത്? ഇതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെതന്യാഹുവിന് അധികാരം അവിടെ പിടിച്ചിരുത്തണം, അയാളെ കസേരയിലെ ജയിലിലാകാതിരിക്കണമെങ്കിൽ അയാൾക്ക് യുദ്ധം നിർത്താൻ പറ്റത്തില്ല. യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ നിർത്തിക്കഴിഞ്ഞാൽ അയാൾ വെളിയിലാണ്, അയാൾ ജയിലില്ല. അപ്പോൾ ആ പ്രശ്നം കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതറിയാൻ വയ്യാത്തതാണോ ഈ ട്രംപിന്? ട്രംപിനൊന്നും അറിഞ്ഞൂടാ. ഇനി അറിഞ്ഞുകൊണ്ട് പൊട്ടത്തരം കാണിക്കുകയാണോ അതോ ജന്മന പൊട്ടനാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇതുപോലുള്ള മണ്ടത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് കാവൽ മാലാഖയല്ലേ ഞങ്ങൾ, അതുകൊണ്ട് അമേരിക്കയുടെ ബാധ്യതകളൊക്കെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കൊടുത്തു തീർക്കണം. ഇപ്പോൾ കാവൽ മാലാഖ പറയുന്നതാണ്, വർത്തമാനമാണ്. ഇനിയിപ്പോൾ അവർ തൂത്തുറക്കി എറിയും, ഇയാളെ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങ് വെളിയിൽ പോയാലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ഇറാനിയൻ ജനങ്ങൾ രണ്ട് വശത്തുനിന്നും അടികൊള്ളുകയാണ്. അതായത് അവിടുന്ന് കൊള്ളുന്നു യുവമാരെ ആക്രമിക്കുന്നത് ഇന്ന് ഉള്ള ബുദ്ധിമുട്ട്. അവിടെ അരക്ഷിതാവസ്ഥ എന്ന് പറയുന്ന ജനങ്ങൾക്ക് ഭയങ്കരമാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സമൂഹം.